ഹായ്, നിങ്ങളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നറിയാൻ നമുക്കൊരു സോളാർ പ്ലാന്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യാം. നിങ്ങൾ കേരളത്തിലാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2024 വരെയും കേരളത്തിൽ ഫോളോ ചെയ്തിരുന്ന നെറ്റ് മീറ്ററിംഗ് എന്നൊരു സംവിധാനത്തെയാണ്. ഇതിൽ നമ്മൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള യൂണിറ്റ്സ് എല്ലാം നമ്മൾ പകൽ സോളാർ അവേഴ്സിൽ തന്നെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ്. ഉദാഹരണത്തിന് ഒരു 1500 യൂണിറ്റ്സ് ആണ് നമ്മുടെ കൺസംഷൻ എങ്കിൽ ബൈ മന്ത്ലി ആയിരിക്കും, 2 മാസം കൂടുമ്പോഴായിരിക്കും നമുക്ക് ബില്ല് വരുന്നത്. അപ്പോൾ ബൈ മന്ത്ലി കൺസംഷൻസിൽ 1500 യൂണിറ്റ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6.25 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇത് നെറ്റ് മീറ്ററിംഗ് എന്ന സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴുള്ളതാണ്. 2024 ശേഷം KCRC ഇറക്കിയ ഒരു റെഗുലേഷൻ പ്രകാരം നമുക്ക് TOD ബില്ലിംഗ് ആണ് ഒരു ദിവസത്തെ 3 ടൈം സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം സോൺ എന്ന് പറയുന്നത് നോർമൽ അവേഴ്സ് ആണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള പകൽ സമയത്തെയാണ് നോർമൽ അവേഴ്സ് ആയിട്ട് വിളിക്കുന്നത്. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള സമയത്തെ പീക്ക് അവേഴ്സ് എന്നും രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള സമയത്തെ ഓഫ് പീക്ക് അവേഴ്സ് എന്നുമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ടൈം സോൺസിലുള്ളതിന് 3 വെയിറ്റേജ് ആണ് റെഗുലേഷൻ കൊടുത്തിരിക്കുന്നത്. നോർമൽ അവേഴ്സിൽ 100% സോളാർ യൂണിറ്റ്സ് ക്യാൻസൽ ചെയ്യാനും പീക്ക് അവേഴ്സിൽ 125%, ഓഫ് പീക്ക് അവേഴ്സിൽ 90%മാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന യൂണിറ്റ്സിന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണെങ്കിൽ നോർമൽ അവേഴ്സിൽ നമ്മളൊരു 100 യൂണിറ്റ് കൺസ്യൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാർ അവേഴ്സിൽ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ 100 യൂണിറ്റ്സ് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ എനർജി ബില്ല് 0 ആയി കിട്ടും. പീക്ക് അവേഴ്സിലാവട്ടെ 100 യൂണിറ്റ്സ് നമ്മൾക്ക് കൺസംഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സോളാർ അവേഴ്സിൽ 125 യൂണിറ്റ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓഫ് പീക്കിൽ കഥ വേറെയാണ്. 100 യൂണിറ്റ്സ് ഓഫ് പീക്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ 90 സോളാർ യൂണിറ്റ്സ് കോമ്പൻസേറ്റ് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരു TOD സിസ്റ്റമാണ് 2024 മുതൽ കേരളത്തിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ സിസ്റ്റം പ്രകാരം എത്ര കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്ലാന്റ് വേണമെന്ന് ചെക്ക് ചെയ്യും. അതിനായി TOD മീറ്ററിംഗിന്റെ കാൽക്കുലേറ്റർ എടുക്കാം. അതിൽ നമുക്കും ബൈ മന്തിൽ തന്നെ ആയിരിക്കും ബിൽസ് വരുന്നത്. അതിൽ നോർമൽ യൂണിറ്റ്സ് എന്നുള്ളതിൽ എത്രയാണ് നമ്മുടെ ഓരോ സമയത്തുള്ള KSEB ബില്ലിൽ നോർമൽ, പീക്ക്, ഓഫ് പീക്ക് എന്ന് പറഞ്ഞ് 3 യൂണിറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതിൽ നോർമൽ ഉള്ള യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കാം. അതായത് 600 വാട്ട്സ് ആണ്, 600 യൂണിറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. ഓഫ് പീക്കിലും 600 യൂണിറ്റ്സ് തന്നെ. പീക്ക് ടൈമിൽ 300 യൂണിറ്റ്സ് കൺസംഷൻ ആണ് വരുന്നതെങ്കിൽ ടോട്ടൽ ഇത് 1500 യൂണിറ്റ്സ് ആണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി TOD ബില്ലിംഗ് ആവുമ്പോൾ 6.31 കിലോ വാട്ട്സ് ഉള്ള ഒരു സോളാർ പ്ലാന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എന്നാൽ വീണ്ടും KCRC ഒരു റെഗുലേഷൻ ഇറക്കിയിരിക്കുകയാണ്. 2025 ഒക്ടോബർ 1 മുതൽ നെറ്റ് ബില്ലിംഗ് എന്ന സിസ്റ്റത്തെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. നെറ്റ് ബില്ലിങ്ങിൽ ഈ പറഞ്ഞ TOD അവേഴ്സിൻ്റെ വെയിറ്റേജ് മാറ്റിയിട്ടുണ്ട്. നോർമലിൽ 100%, ഓഫ് പീക്കിൽ 115%, പീക്ക് അവേഴ്സിൽ 150%മാണ് വെയിറ്റേജ്. ഈ ഒരു കേസിലാകുമ്പോൾ നമുക്ക് നോർമൽ അവേഴ്സിൽ പകൽ സമയങ്ങളിൽ 100 യൂണിറ്റ്സ് ഉപയോഗിക്കാൻ 100 യൂണിറ്റ്സ് സോളാർ യൂണിറ്റ്സ് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഓഫ് പീക്കിൽ 100 യൂണിറ്റ്സ് കൺസംഷൻ ആണെങ്കിൽ 115 യൂണിറ്റ്സ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പീക്ക് ടൈമിലാണെങ്കിൽ 100 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യാൻ 150 സോളാർ യൂണിറ്റ്സ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു കേസിൽ നമുക്ക് എത്ര കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്ലാന്റ് വേണമെന്ന് ചെക്ക് ചെയ്യാം. നെറ്റ് ബില്ലിംഗ് എന്നുള്ള കാൽക്കുലേറ്ററിൽ നമ്മുടെ ബൈ മന്ത്ലി യൂണിറ്റ്സ് ആണെങ്കിൽ ബൈ മന്ത്ലി യൂസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 600 യൂണിറ്റ്സ് നോർമലും 600 യൂണിറ്റ്സ് ഓഫ് പീക്കും 300 യൂണിറ്റ്സ് പീക്ക് യൂണിറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 7.25 കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പ്ലാന്റ് വേണമെന്ന് കാണാൻ പറ്റും. ഇതേ 1500 യൂണിറ്റ്സ് നെറ്റ് മീറ്ററിംഗ് ആയ സമയത്ത് 6.25 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്ലാന്റ് മതിയെങ്കിൽ TOD ബില്ലിംഗ് ആയപ്പോൾ അത് 6.31 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്ലാന്റ് ആവശ്യം വന്നു. എന്നാൽ നെറ്റ് ബില്ലിംഗ് എന്ന പുതിയ രീതിയിലോട്ട് മാറുകയാണെങ്കിൽ 7.25 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഭാവിയിലെ ഉപയോഗവും നിലവിലെ ബില്ലിംഗ് രീതിയും അനുസരിച്ച് നെറ്റ് ബില്ലിംഗ് എന്ന കാൽക്കുലേറ്ററിൽ വരുന്ന കപ്പാസിറ്റിയുള്ള സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും ഏതൊരു പ്രൊസ്യൂമർക്കും ഏറ്റവും ഉത്തമം.